ഹലോ, എന്താ പരിപാടി? ഞാൻ എന്താ കറിയൊക്കെ വെക്കാൻ പോവുകയാണ്. കുറച്ച് നെത്തോലി, കൊഞ്ച്. നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നെത്തോലി എന്നും കൊഞ്ചും എന്നൊക്കെ, ചിലയിടത്ത് ചെമ്മീൻ, ചിലയിടത്ത് നെത്തൽ എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ രാവിലെ കറി ഉപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പണികളൊക്കെ ഒതുങ്ങി ഫ്രഷായി വന്നു. പിന്നെ മക്കളുമായിട്ട് കുറേ നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട്, ഇടയ്ക്കിടയ്ക്ക് മക്കൾ ചേരും കൂടെ വഴക്കൊക്കെ ഉണ്ടേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം ഇച്ചിരി പൗഡറൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. നോർമൽ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഒരു ഒറ്റ ക്രീമേ യൂസ് ചെയ്യൂ, അല്ലാതെ ഒന്നും എനിക്ക് മെനക്കെട്ടിടാനൊന്നും വയ്യ. അതാണ് മെയിൻ കാര്യം. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തി എങ്ങനെ ഇരിക്കും. പണികൾ ഒരുപാടുണ്ടല്ലോ നമുക്ക് വീട്ടിൽ. അതൊക്കെ ചെയ്ത് മടുത്ത് കുഴഞ്ഞ് വന്ന് കുളിച്ച് വന്നിരുന്ന് ഫോണിൽ കുത്തിയിരിക്കുമ്പോഴുള്ള സുഖം, അത് കൊള്ളാം, അത് അടിപൊളിയല്ലേ. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എനിക്കധികം സംസാരിക്കാനൊന്നും അറിയില്ലേ, ആരും ഒന്നും വിചാരിക്കണ്ടേ. വീട്ടിലാണെങ്കിൽ കലകലകലെല്ലാം സംസാരിക്കും, പക്ഷെ ഇങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഫോണിലൊക്കെ കുത്തി, അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വന്നിരിക്കും. അത് സ്ഥിരമുള്ളതാണ്, വെളിയിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മക്കളും വന്ന് എൻ്റെ കൂടെ ഇരിക്കും. പിന്നെ കിച്ചണിൽ കയറി നാളത്തേക്കുള്ള അരി അരച്ച് വെക്കാനുണ്ട്. ചെറുതായിട്ട് ക്ലീനായി കിടക്കുകയാണ്. പിന്നെ അരിയൊക്കെ അരച്ച് വെച്ച് അതൊക്കെ കഴുകി പറക്കി വെച്ചിട്ട് പോയി വീണ്ടും കുളിച്ച് ഫ്രഷായി വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കും. ഏട്ടൻ വരാൻ 7 മണിയാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കും. ഞാൻ അരിയൊക്കെ അരയ്ക്കും, മക്കൾ വന്നോന്നൊക്കെ പറയുന്നുണ്ട്. മോൻ വീഡിയോ പിടിച്ച് തരുന്നുണ്ട്. മോനിടയ്ക്ക് വീഡിയോ പിടിച്ച് തരും. ഇനിയിപ്പോൾ 2 മാസം ലീവായതുകൊണ്ട് മോൻ പിടിച്ച് തരും. പിന്നെ ഫ്രഷായി വന്നു. ഒക്കെ മോനാ വീഡിയോ പിടിക്കുന്നുണ്ടോ. അവനാ എന്നെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് തള്ളി വിടുന്നത്. അവന് ഭയങ്കര ഇഷ്ടം അതൊക്കെ. പിന്നെ ഇവൻ ഇളയവൻ, അവൻ എല്ലാത്തിനും അടുക്കളയിൽ എൻ്റെ കൂടെ കൂടും. മറ്റവരും കൂടും, എന്നാലും കുറച്ച് മടി അവർക്കുണ്ട്, കുറേ മടിയുണ്ട്. മോൾക്ക് ഭയങ്കര മടിയാട്ടോ. മോളൊന്നും ചെയ്യില്ല, മോൾക്ക് ഭയങ്കര മടിയാണ്. മോന്മാർ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. പിന്നെ ഏട്ടനും ചെയ്തു തരും. ഏട്ടൻ നല്ലപോലെ എല്ലാ പണികളൊക്കെ എടുത്തു തരും, ജോലികളൊക്കെ ചെയ്തു തരും. അങ്ങനെയുണ്ട്. പിന്നെ പാല് നോക്കിയപ്പോൾ പാലില്ല, അപ്പോൾ പിന്നെ കോഫി ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കോഫി ഇട്ട് കുടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവൻ കളിക്കുന്ന കാർഡ് എൻ്റെ ഓരോ ഡീറ്റെയിൽ എന്നോട് ഇങ്ങനെ പറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മക്കൾ കളിക്കുന്നത് എന്തോ മനസ്സിലാവും. നമ്മളൊക്കെ പണ്ട് എന്തോ കളിക്കുന്ന, കല്ല് കളിക്കും, ചെക്ക് കളിക്കും, പിന്നെന്താ എന്തൊക്കെയോ കളികൾ നമ്മൾ കളിക്കുന്നത്. ഇപ്പോഴത്തെ മക്കളതൊന്നുമില്ല. ഇപ്പോഴത്തെ മക്കൾ ഫോണിൽ നോക്കുക, ഓരോന്ന് ഫോണിൽ ഗെയിം കളിക്കുക, പിന്നെ കുറേ കാർഡ് വെച്ചുള്ള കളി, അങ്ങനെയൊക്കെ കുറേ കളികളാണ്. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി, വെറുതെ ഒന്ന് പോയതാ. പുറത്ത് പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച്, പിന്നെ കുറച്ച് ചോറ് കുറവായിരുന്നു, പിന്നെ ചോറ് വെക്കാൻ നിന്നില്ല. പിന്നെ 2 പൊറോട്ട മേടിച്ച്, എന്നും ചോറല്ലേ, അപ്പോൾ പൊറോട്ടയൊക്കെ മേടിച്ച് ജ്യൂസൊക്കെ കുടിച്ചു. അതിങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. പോയി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വരും. അതൊരു ഹാപ്പി അല്ലേ. തൊട്ടടുത്ത് തന്നെ. അങ്ങനെ പോയി കുടിച്ചിട്ടൊക്കെ ഏട്ടനവിടെ നിന്ന് സാധനം മേടിക്കാൻ നിൽക്കുന്നു, ഞാൻ പുറത്ത് നിൽക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് അറിയില്ല. വീഡിയോസ് മുന്നോട്ട് എല്ലാവരും ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം.